ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇഡലി ഉണ്ടാക്കാനുള്ള മാവാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇഡലി തട്ടിലേക്ക് അതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് എണീറ്റത് തന്നെ വൈകിട്ടാണ്. ചോറൊക്കെ സാവധാനം വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വൈകി എണീറ്റത്. സ്കൂളുള്ള ദിവസമാകുമ്പോൾ പിന്നെ കുഞ്ഞുമോൾക്ക് ചോറൊക്കെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് നേരത്തെ എണീക്കണം. ഇപ്പം നമ്മൾ ഇഡലി മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇഡലിക്ക് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെക്കുകയാണ്. സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളികേരം വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ ചാനലിൽ പഴയ വളകൾ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കാണിത്. നമ്മുടെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ശനി ഞായറും അവധി ആയതുകൊണ്ട് വലിയ മോള് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ചായ കുടി കഴിഞ്ഞതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. മോള് വന്നാൽ പിന്നെ അകം അടിച്ചു വരുന്ന പണി അവൾക്കുള്ളതാണ്. അപ്പോൾ ഏട്ടൻ ഓഫീസിലേക്ക് പോവുകയാണ്. പിന്നീട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യുന്നത്. ഇഡലിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സാമ്പാർ ചോറിനും കൂടെ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി കറി വെക്കേണ്ട. ഇന്നിപ്പോൾ രാത്രിക്കേക്കും കൂടെ ചോറ് വെക്കുകയാണ്. സാധാരണ രാത്രിയിൽ ചാമാരിക്കഞ്ഞിയാണ് വെക്കാറ്. കുഞ്ഞുമോള് ഇതാ രാവിലെ തന്നെ സിനിമ കാണാൻ ഇരുന്നിട്ടുണ്ട്. അവളുടെ കയ്യിൽ ഉരുളൻകിഴങ്ങ് തോല് കളയാനൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് തോരൻ വെച്ചാൽ അവർക്ക് പറ്റില്ല. അപ്പോൾ അവർക്ക് ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഉരുളക്കിഴങ്ങിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടുകയാണ്. എയർ ഫ്രയറിലാണ് ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളതിൽ മസാല പുരട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഫ്രൈ അവിടെ കിടന്ന് ആവട്ടെ. അപ്പോൾ ഇതാ ചോറായിട്ടുണ്ട്. നമ്മൾ ഇഡലിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സാമ്പാറുണ്ട്. ക്യാരറ്റ് തോരനും റെഡി ആയിട്ടുണ്ട്. ഇത് പകുതി വേവായപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി പപ്പടം കാച്ചി മീൻ വറുത്തെടുക്കാനും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇനിയിപ്പോൾ അതിനൊന്നും നേരമില്ല. സ്കൂളുള്ള ദിവസമാകുമ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും തീരുന്നതുകൊണ്ട് ക്രാഫ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് നല്ല സുഖമാണ്. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ എണീക്കുന്നത് തന്നെ ഒരുപാട് വൈകിട്ടാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ക്രാഫ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ ഇഡലി എല്ലാവരും കഴിച്ചതിന് ശേഷം 2 ബാക്കിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പാത്രം കഴുകലിനുള്ള സമയമായി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.